സ്നാനപ്പെടാൻ അങ്ങ് തീരുമാനിച്ചാൽ അതുകൊണ്ട് തലമുടി വെട്ടിയില്ലെങ്കിൽ സാരമില്ല, അവനെ അങ്ങ് സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞു. അന്നേരം ആ മകൻ പറയുകയാണ്, പാസ്റ്ററെ, ഞാൻ ഈ സഭയിൽ 14 വർഷമായി ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഗിത്താറിനകത്താണ് ഇവരുടെ ഉണർവ്. ഞാൻ ഗിത്താർ സ്പീഡായി അടിക്കുമ്പോൾ ഇവരെല്ലാം ചാടും. ഞാൻ ഗിത്താറിന്റെ സ്പീഡ് കുറയ്ക്കുമ്പോൾ ഇവരുടെ സ്പീഡെല്ലാം നിറയ്ക്കും. എന്നാൽ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ പാസ്റ്റർ പ്രസംഗിച്ച പ്രസംഗം കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ സ്നാനപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്റെ തലമുടി എത്ര പറയുന്നു അത് മാത്രം മതി, എനിക്ക് യേശുവിനെ മാത്രം മതി എന്ന് പറയുവാൻ ഇടയായി. അപ്പോൾ ആ പാസ്റ്ററും അവരുടെ ഭാര്യയും കരയുകയാണ്. ഏക മകനാണ്. അപ്പോൾ അവര് മകന് ഗിത്താർ മേടിച്ചു കൊടുത്തു. എങ്ങനെയെങ്കിലും മകൻ ദൈവസഭയിൽ അംഗമായി തീരട്ടെ. 14 വർഷമായി ഗിത്താർ വായിച്ച് സഭയിലെ കൊയർ പാർട്ടിയാണ്. എന്നിട്ടും അവനിൽ വസിച്ച് അവൻ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ യാതൊരു കാര്യവും അവനില്ലായിരുന്നു. അങ്ങനെ എത്ര ദൈവസഭകളാണ് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. എത്ര സഭകളാണ് ഞാൻ കഥയല്ല പറഞ്ഞത്, ഞാൻ മറ്റവരുടെ ആരുടെയും കേട്ടതല്ല നിങ്ങളോട് പറഞ്ഞത്. ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നേരിട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇനി എത്ര കാര്യങ്ങൾ പറയുവാനുണ്ട്. അപ്പോൾ ഇന്ന് സഭകളിൽ കാണുന്ന ഡ്രം സെറ്റും അതുപോലെ ഓർഗനും എല്ലാം പിടിച്ച് പറയുമ്പോൾ നിങ്ങളുടെ പ്രാണനുള്ള ഇമോഷൻ, വികാരത്തെ ഇളക്കാൻ അത് നല്ലതാണ്. ആ ഡ്രം സെറ്റ് അടിക്കാൻ തുടങ്ങുമ്പോൾ കാല് ഇളകാൻ തുടങ്ങും. അതുപോലെ ഗിത്താറിന്റെ സ്പീഡ് കൂടുമ്പോൾ കൈ കൂട്ടിയടിക്കാൻ തുടങ്ങും. പിന്നെ അങ്ങനെ സ്വത്രം തത്തായും തുടങ്ങും. സ്വത്രം എന്ന് പറഞ്ഞ് തത്തത്ത പറയുമ്പോൾ ആത്മനിറവ് വേണ്ട, ഇത്ര പേര് ആത്മനിറവ് പ്രാപിച്ചു. അങ്ങനെ മഹാസംഹാരം ദൈവസഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനല്ല, സാത്താന്റെ അധീനത്തിൽ ജനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. യുവാക്കൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അവർക്ക് ശുദ്ധീകരണം വേണ്ട. അപ്പൊ അമ്മയും അപ്പനും നോക്കുന്ന മകൻ കിടക്കുന്നു, ഓ എന്റെ മകൻ ശുദ്ധനായെന്നാണ്. രാത്രിയിൽ ഇന്റർനെറ്റിൽ ഇരുന്ന് ഫോണോഗ്രാഫിയും മറ്റുള്ളതെല്ലാം കണ്ട് അവൻ രസിച്ചുകൊണ്ടിരിക്കുക. യോഗത്തിന് വന്നിട്ട് പറയുമ്പോൾ അമ്മയും അപ്പനും വിചാരിക്കുന്നവൻ വിശുദ്ധനായി തീർന്നിരിക്കുകയാണ്. ജഡീയനായി ജഡീയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെന്തക്കോസ്ത് സഭകൾ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. കൺവെൻഷൻ സ്റ്റേജുകളിൽ വലിയ നൃത്തമാണ്. എത്രയോ ഇന്ന് വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം വലിയ ഡാൻസും തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. അല്ല, ജഡത്തിന്റെ കളികൾ മാത്രമാണ് ഇത് നടക്കുന്നത്. സാത്താൻ ആരാധനയിൽ പ്രവേശിച്ച് വളരെ നാശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ യോഗങ്ങൾക്ക് ഇവിടെയും ഗിത്താറോ മറ്റോ പറഞ്ഞാൽ വന്ന് പാടിയോ ഒക്കെ ചെയ്യാൻ? അതൊന്നും വേണ്ട. സാധാരണ പഴയ രീതിയിൽ ഒരു മലയാളപ്പാട്ട് കൈയടിച്ച് പാടിയാൽ മതി. ഞാൻ ആദ്യം മുതൽ വരുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഇളക്കപ്പെരുക്കത്തിന്റെ ഒരു ആത്മാവ് നമുക്ക് വേണ്ട. എങ്ങനെയെങ്കിലും ആളുകളെ ഒന്ന് കുലുക്കി ഇളക്കി ഒരു ഉണർവ് കാണിക്കേണ്ട ആവശ്യമില്ല. ധ്യാനത്തിങ്കിൽ തീ കത്തുന്നെങ്കിൽ കത്തിയാൽ മതി, അല്ലെങ്കിൽ തീ കത്തണ്ട. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കർശനമായി ഈ കാര്യത്തിൽ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അഗ്നിയില്ലാത്ത ഒരുപാട് അഭിഷേകം ഇന്ന് കേരളത്തിൽ കൺവെൻഷൻ സ്റ്റേജുകളിൽ, നിങ്ങളുടെ വലിയ ഉണർവ് യോഗങ്ങളിൽ, രോഗശാന്തി ശുശ്രൂഷകളിൽ അഗ്നിയില്ലാത്ത അഭിഷേകം വളരെ ശക്തിയായി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നിങ്ങൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ജീവനില്ല. കാരണം ഇവിടെ ഡ്രം സെറ്റും ഒന്നുമില്ലല്ലോ. കൊയർ പാർട്ടി ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം കൈയടിച്ച് വാടിയൊക്കെ ഒന്ന് ചിരിച്ച് നൃത്തം ചെയ്തൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ അതൊന്നും വേണ്ട. ധ്യാനത്തിങ്കൽ തീ കത്തുന്ന അനുഭവം ഉണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ അഗ്നിയുണ്ട്. ആ അഗ്നിയില്ലാത്ത അഭിഷേകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിന്നുള്ള അഭിഷേകമല്ല. അതുകൊണ്ട് നിങ്ങൾ അന്യഭാഷ പറയുന്നെങ്കിൽ, നിങ്ങളിൽ അഗ്നി കത്തുന്നില്ല എങ്കിൽ, പാപ സ്വഭാവത്തിന്മേൽ ജയം നേടുന്നില്ല എങ്കിൽ തെറ്റുപറ്റിപ്പോയി. നിങ്ങളുടെ അഭിഷേകം ദൈവത്തിൽ നിന്നുള്ളതല്ല, വേറെ ആരുടെയോ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം, വേറൊരു യേശു. ആ അങ്ങനെയുള്ള ആത്മാക്കളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അഗ്നിയാലുള്ള നിറവ് പ്രാപിക്കുക.